ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പഴങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ആപ്പിളിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മാങ്കോയുടെ പൾപ്പ് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പഴം കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതും കുറച്ച് ഐസ് ക്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പഴങ്ങളും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിളൊക്കെ ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്, അത് ചെറു പീസ് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഒരു അര ഗ്ലാസോളം പാലും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നമുക്ക് തേൻ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അവോയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് പകർത്തിയിട്ട് വളരെ ടേസ്റ്റായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വിശപ്പും ദാഹമൊക്കെ പെട്ടെന്ന് തന്നെ മാറും. നമ്മൾ ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ സ്മൂത്തിയൊക്കെ വളരെ നല്ലതായിരിക്കും. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് ജ്യൂസാക്കി ഇതുപോലെ സ്മൂത്തിയാക്കി കൊടുത്ത് അവരുടെ വിശപ്പും ദാഹവും മാറും. അതുപോലെ തന്നെ എല്ലാ വിറ്റാമിൻസും അവർക്ക് കിട്ടും ചെയ്യും. ഈസി ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള സ്മൂത്തികൾ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.